ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ടെക്നീഷ്യൻ 2024 നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഇന്നലെയാണ് പബ്ലിഷ് ചെയ്തത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഈ വർഷത്തെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. RRB ALPയുടെ കൂടെ തന്നെ വരുന്ന അടുത്ത നോട്ടിഫിക്കേഷനാണ് ടെക്നീഷ്യൻ, RRBയുടെ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേ, ഇത് RRB ട്രിവാൻഡ്രത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ CN നമ്പർ 02/2024 എന്ന പേരിൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എന്ന് തന്നെ പറഞ്ഞ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതലാണ് 9/3/2023 മുതൽ ഇന്ന് മുതൽ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ALPയുടെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. ALPയുടെ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് സെയിം യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. അതായത് നേരത്തെ ALP എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് തന്നെ ടെക്നീഷ്യൻ എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ കാറ്റഗറി നമ്പർ തന്നെ, അതായത് CN 1/2024 ആയിരുന്നു നമ്മൾ ALPയുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തത്. ഇത് ALP കഴിഞ്ഞിട്ട് അടുത്ത വന്ന ടെക്നീഷ്യനാണ്, കാറ്റഗറി നമ്പർ 2/2024. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ ഡീറ്റെയിൽസിൽ പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പുതിയ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്, CN 2/2024. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്ന നോട്ടിഫിക്കേഷൻ. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 9/3/2024 ആണ്. അതായത് ഇന്ന് മുതലാണ് ആപ്ലിക്കേഷൻ ലൈവ് ആയിട്ടുള്ളത്. സോ നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ള അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ലാസ്റ്റ് ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 8/4/2024. ഈ അടുത്ത മാസം 8-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ഇനി ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ചിലർക്ക് സംശയമുണ്ട്, BTech ക്വാളിഫിക്കേഷൻ ഉള്ള ചിലർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ITI തന്നെ വേണം, നിർബന്ധമാണോ എന്നൊക്കെ സംശയങ്ങൾ കുറേ പേർക്കുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉള്ള ഉത്തരവാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കാം. അപ്പോൾ 2 നമ്പർ പോസ്റ്റുകളാണ് കാണാൻ പറ്റുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതുപോലെ ഗ്രേഡ് 2, ഈ 2 പോസ്റ്റുകളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് ലെവൽ 5 പേ ലെവൽ 5 ആണ് വരുന്നത്. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. അപ്പോൾ ഇനിഷ്യൽ പേയും അതുപോലെ ഏജ് ലിമിറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് 1 സിഗ്നലിൻ്റെ ഏജ് ലിമിറ്റ് 36 ആണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ജനറൽ കാറ്റഗറി. അതേസമയം ഗ്രേഡ് 3 ആണെങ്കിൽ 33 വയസ്സ് വരെ. ഇതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, ഇത് 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തുകൊണ്ടുള്ള പുതിയ ഏജ് ആണെന്ന് പറയുന്നുണ്ട്. കോവിഡിനെ സംബന്ധിച്ച് ദിസ് ഇൻക്ലൂഡ്സ് എ റിലാക്സേഷൻ ഓഫ് 3 years in age ബിയോണ്ട് ദ പ്രിസ്ക്രൈബ്ഡ് ഏജ് ലിമിറ്റ് ആസ് വൺ ടൈം മെഷർ ഡ്യൂ ടു COVID-19 പാൻഡമിക്. അതായത് COVID-19 പാൻഡമിക് കൺസിഡർ ചെയ്തുകൊണ്ട് 3 വർഷം ഏജ് ലിമിറ്റ് കൂട്ടിക്കൊടുത്തുകൊണ്ടാണ് 33-ഉം 36-ഉം ആയത്. അപ്പോൾ അത് എല്ലാവർക്കും ആശ തരുന്നൊരു കാര്യമാണ്. കാരണം ഇനി വരുന്ന NTPC പരീക്ഷയ്ക്കാണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ ഏജ് ലിമിറ്റ് കുറച്ചുകൂടി അപ്പർ ആക്കാനുള്ളൊരു സാധ്യത അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം. വേക്കൻസി നോക്കാം. ടോട്ടൽ 1092 പ്ലസ് 8,052, ടോട്ടൽ 9,144 വേക്കൻസീസ് ആണ് ടോട്ടൽ നമ്പർ. ടെക്നീഷ്യൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 9,144. അപ്പോൾ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എല്ലാം താഴോട്ട് വരുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നേരത്തെയുള്ള ALPയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരോടും പറയുന്നത് ഒരൊറ്റ RRBയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലാ RRBസിലും വേക്കൻസീസ് ഉണ്ട്. വേക്കൻസി ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു RRBയിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഒന്നിൽ കൂടുതൽ RRBസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഡീബാർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമും എഴുതാൻ അലോ ചെയ്യുന്നതല്ല എന്ന് സെപ്പറേറ്റ്ലി പറയുന്നുണ്ട്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യം പറയാം. നേരത്തെ നിങ്ങൾ ALPയുടെ എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ, ഒരു വട്ടം അപ്ലൈ ചെയ്തതാണെങ്കിൽ അന്ന് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്ത അതേ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട്, അതേ ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്നീഷ്യനും അപ്ലൈ ചെയ്യാമെന്ന് സെപ്പറേറ്റ്ലി എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്തതല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ക്ലിയർലി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ക്രിയേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക. നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ രണ്ടാമത് വീണ്ടും
രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി നമുക്ക് സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അറിയണം. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് മാത്രം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ അറിയേണ്ട കാര്യം, നമ്മൾ ആദ്യം ഏജ് ലിമിറ്റ് നോക്കി, ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കി. ഇനി അറിയേണ്ടത് ഏജ് റിലാക്സേഷൻ എപ്പോഴും ഉള്ളതുപോലെ 5 വർഷം SC/ST കാറ്റഗറിക്കും 3 വർഷം OBC കാറ്റഗറിക്കും. ബാക്കി എക്സ് സർവീസ് മെന്ന്, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, ഇതിനെല്ലാം ഏജ് റിലാക്സേഷൻ ക്ലിയർലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ താഴോട്ട് വരുമ്പോൾ അനക്സർ BAയിൽ ക്ലിയർലി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് അക്കാര്യങ്ങൾ നോക്കാം. ഇവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചേ, ദോസ് ഹു ആർ അവൈറ്റിംഗ് റിസൾട്ട് ഓഫ് ഫൈനൽ എക്സാമിനേഷൻ. അതായത് ഇപ്പോൾ പറയുന്ന ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ഇയർ, അതായത് ITI ആണെങ്കിൽ ITI ലാസ്റ്റ് ഇയറും, അല്ലെങ്കിൽ BTech ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ അത് ലാസ്റ്റ് ഇയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിനൊന്നും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ ഈ കോഴ്സ് കംപ്ലീഷൻ, അതായത് ഇതിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. എക്സാമിനേഷൻ ഫീയുടെ കാര്യം 500 രൂപയാണ്. എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ്. ബാക്കിയുള്ള SC/ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഇവർക്ക് എല്ലാവർക്കും 250 ആണ് ആ എക്സാം ഫീ എന്ന് പറയുന്നത്. 250 എക്സാം ഫീസ് പേയ്മെൻറ്റ്. മോഡ് ഓഫ് ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമിനേഷൻ റീഫണ്ട് ഫീസ് ഇതൊന്നും നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ടും സിലബസ്, അതുപോലെ എലിജിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇനിയും ഇതിനകത്ത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇവിടെയാണ് സിലബസിൻ്റെ കാര്യം. എക്സാമിൻ്റെ കാര്യം ഇവിടെയാണ് പറയുന്നത്. ഇതും ശ്രദ്ധിച്ചേ, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഷാൽ കംപ്രൈസ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഒന്ന്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണുള്ളത്. അപ്പോൾ 3 സ്റ്റേജുകളെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾക്ക് ഈ എക്സാമിന് കിട്ടുന്ന ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം പേ ലെവൽ 5 വരുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ സിലബസ് നമുക്ക് ആദ്യം നോക്കാം. 2 പോസ്റ്റുകൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടിനും സെപ്പറേറ്റ് സിലബസ് ആണ്. അതുപോലെ പേ ലെവൽ 5 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൻ്റെ സിലബസ് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻസ് നമ്പർ 100 ആണ്. ടോട്ടൽ ഡ്യൂറേഷൻ, എക്സാമിൻ്റെ ടൈം ഡ്യൂറേഷൻ 90 ആണ്. ഇനി അതിനകത്തുള്ള സിലബസും കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള മാർക്ക്, അതായത് എല്ലാ എക്സാമിനെ പോലെ നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. പോസിറ്റീവിന് 1 മാർക്ക് ഉണ്ടാവും. സിലബസ് ഫോർ CBT ഓഫ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ജനറൽ അവയർനെസ്, GK, നമ്മൾ നോർമലി പഠിക്കുന്ന റെയിൽവേ ഫൗണ്ടേഷൻ കോഴ്സസിലെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന GK ആണ് ഇതിനകത്ത് വരുന്നത്. കറണ്ട് അഫയേഴ്സ്, ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ പോളിറ്റി, ഇതെല്ലാം നോർമലി ഉള്ള SSCയുടെ അല്ലെങ്കിൽ റെയിൽവേയുടെ സെയിം സിലബസ് ആണ്. 2 ബേസിക് സിലബസ്, നോൺ ടെക്നിക്കലിൻ്റെ ബേസിക് സിലബസ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഇതിനകത്തും വ്യത്യാസമൊന്നുമില്ല. റീസണിങ് സബ്ജക്റ്റ് നോർമലി വരുന്ന സാധാരണ ടോപ്പിക്കുകൾ തന്നെ. പിന്നീടുള്ള 3ാമത്തെ പാർട്ട് നോക്കിയേ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ. 3ാമത്തതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ബേസിക്സ്. ഇത് നമ്മുടെ SSCയുടെ ഒക്കെ ഒരു സിലബസ് ആയിട്ട് വരാറുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് വരുന്ന ആ ഒരു ടോപ്പിക്ക് ഇതിനകത്തുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. പിന്നീട് മാത്തമാറ്റിക്സ് നോക്കുമ്പോൾ നോർമലി നമുക്ക് വരുന്ന ടോപ്പിക്കുകളല്ലാതെ കുറച്ച് ടോപ്പിക്കുകളും കൂടെ, നമ്മുടെ സാധാരണ പഠിക്കുന്ന റെയിൽവേ നോൺ ടെക്നിക്കൽ എക്സാംസിനുള്ളതല്ലാത്ത കുറച്ച് ടോപ്പിക്സ് നമുക്കിവിടെ കാണാം. സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്സ്, സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, യൂണിവേഴ്സൽ സെറ്റ്, റിലേഷൻസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകളുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, കോംപ്ലിമെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സെറ്റ്സ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി 4ാമത്തെ വരുമ്പോൾ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ടെക്നീഷ്യൻ്റെ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത്. ഇതിനകത്തൊരു മെജോറിറ്റി പാർട്ടും ആക്ച്വലി നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്, നമ്മുടെ ബേസിക്സ് ഫിസിക്സിൽ പഠിക്കുന്നതാണ് ഇതിനകത്തൊരു മെജോറിറ്റി. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗം കൂടി അവസാനം നമുക്ക് കാണാം. ഈ ആദ്യത്തെ പകുതി ഭാഗങ്ങളും ആ ബേസിക് ആയിട്ടുള്ള ഫിസിക്സിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളും കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അത് ടെക്നിക്കലായിട്ടുള്ള ഒരു ഏരിയയാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനകത്ത് കാണുന്നത്.
ഇനി ഇതിൻ്റെ മാർക്ക് വെയിറ്റേജ് നോക്കിയാൽ ജനറൽ അവയർനെസ്സിൽ നിന്ന് വെറും 10 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, 10 മാർക്ക്. ജനറൽ ഇൻ്റലിജൻസിനകത്തു നിന്നും 15 മാർക്ക്, 15 ചോദ്യങ്ങൾ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 മാർക്ക്. മാത്തമാറ്റിക്സും 20 ചോദ്യങ്ങളുണ്ട്, 20 മാർക്ക്. ലാസ്റ്റ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത് 35 ചോദ്യങ്ങളാണുള്ളത്, 35 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന് 35 മാർക്ക്. 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്സ്. അങ്ങനെ 100 മാർക്കാണ് ടോട്ടലിലുള്ളത്. മൊത്തത്തിൽ 100 മാർക്ക്, 100 മാർക്സ് ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി പേ ലെവൽ 2 ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസ് നോക്കാം. ഇതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമാണ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇല്ല, പകരം മറ്റ് ടോപ്പിക്കാണുള്ളത്, ജനറൽ സയൻസ് ആണുള്ളത്. നമുക്കത് നോക്കാം. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് തന്നെയാണ്, 100 ചോദ്യങ്ങൾ. ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. സിലബസിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ 4 ടോപ്പിക്കുകളാണുള്ളത്. മാത്സ്, നോർമൽ മാത്സ് തന്നെ, നമ്മൾ പഠിക്കുന്ന മാത്സ് തന്നെ, സാധാരണ നോൺ ടെക്നിക്കൽ മാത്സ് തന്നെ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഇതിനകത്തും വ്യത്യാസങ്ങളൊന്നുമില്ല. ജനറൽ സയൻസ്, അതിലും വ്യത്യാസങ്ങളൊന്നുമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ജനറൽ അവയർനെസ്, GK, നമ്മൾ പറയുന്ന GK, ജോഗ്രഫി, ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള GK. ഇതിനകത്ത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇല്ല. അതായത് ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് തന്നെ പറയാം. മാർക്ക് വെയിറ്റേജ് മാത്സിന് 25, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ സയൻസ് 40, അതുപോലെ ജനറൽ അവയർനെസ് 10 മാർക്ക്. അതായത് 40 + 10 സയൻസും ജനറൽ അവയർനെസ്സും ചേർത്ത് 50 മാർക്കാണുള്ളത്. 50 മാർക്സ് ആണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ ഇതാണ് ഈ എക്സാമിനെ ചെറുതായിട്ട് വ്യത്യസ്തമാക്കുന്നത്. മറ്റുള്ള നോൺ ടെക്നിക്കൽ എക്സാമിനെ പോലെ അല്ലാതെ എക്സാം വെയിറ്റേജിനും ക്വസ്റ്റ്യൻസിനും ഒക്കെ വ്യത്യാസം വരുന്നത് ഈ ഒരു സിലബസിൽ തന്നെയാണ്. അപ്പോൾ സിലബസ് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നീഷ്യൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്പ് വഴി കോഴ്സസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. RRB, ALP ആൻഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ബാച്ചാണ് ഇപ്പോൾ പോകുന്നത്. ആ ബാച്ചിൽ ക്ലിയർലി കംപ്ലീറ്റ്ലി ഈ പറയുന്ന സിലബസുകളൊക്കെ കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അങ്ങനെ താല്പര്യമുള്ളവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്തെ RRB, ALP കോഴ്സിലേക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ദിശ ഓൺലൈൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ് എല്ലാവർക്കും സംശയം. ക്വാളിഫിക്കേഷൻ, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതിനകത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ഇതാണ് 5th ലെവൽ 5 വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. ഈ ഒരു പോസ്റ്റ് ബിടെക് ഉള്ളവർക്കും ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ എബവ് ബേസിക് സ്ട്രീംസ് ഓർ ഇൻ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദ എബവ്, ബിടെക് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു, ബിടെക് അല്ലെങ്കിൽ BE ഉള്ളവർക്കും, അതുപോലെ 3 വർഷം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കണ്ടവർക്കും, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് പറയുന്നത് ബാച്ചലർ ഓഫ് സയൻസ്, 3 ഇയർ ഡിപ്ലോമ, ബിടെക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ബിടെക് ഉള്ളവർക്കും, ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഗ്രേഡ് 1 സിഗ്നൽ, ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ളതുണ്ട്. ബ്ലാക്ക് സ്മിത്ത്, ബ്രിഡ്ജ്, കാരിയർ വാഗൺ, ഇങ്ങനെ പലതും കാണാം. ഇത് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC പ്ലസ് ITI ആണ്. ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ്. അത് ഏതൊക്കെ ട്രേഡിലുള്ളവർക്കാണ് ഏതൊക്കെ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പേജിൽ പേജ് 18 മുതലുള്ള പേജിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ ITI വെച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു കാര്യം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ഇതാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും നോക്കിയിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. വേക്കൻസീസിൻ്റെ നമ്പർ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോസ്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്, ഓരോ RRBയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേക്കൻസീസിൻ്റെ നമ്പറൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ഇത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക. ഫോട്ടോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്വാളിറ്റിയുള്ള ഫയൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇമേജ് ആണെങ്കിലും, നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിലും, നിങ്ങളുടെ സിഗ്നേച്ചർ ആണെങ്കിലും, ഇതിൻ്റെ എല്ലാ ക്വാളിറ്റിയുള്ള ഫയലും കറക്റ്റ് ഡയമെൻഷനിലുള്ള ഫയലും തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആവാനുള്ള കാരണമാവരുത്, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പം ടെക്നീഷ്യൻ 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.